കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞു. കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് രാവിലെ സ്വീകരിച്ചത്. നാളെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായ വരവേൽപ്പ് നൽകുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരങ്ങളും. എന്തായാലും സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് തീരത്തേക്കടുത്തു. ഇപ്പോൾ അവിടെ നങ്കൂരമിട്ട് കഴിഞ്ഞു. അവിടെ ഈ ബർത്തിലേക്ക് പൂർണ്ണമായും അടുപ്പിച്ച് ബർത്തിങ് എന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ഇനി കണ്ടെയ്നറുകൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്ന നടപടിയാണുള്ളത്. അതിനുശേഷം സാൻ ഫെർണാണ്ടോ ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് തിരിക്കും. അതാണ് പ്രത്യേകത. ഒരു മദർഷിപ്പ് വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു തുറമുഖത്തിലേക്ക് ആദ്യമായി വരുന്നു എന്നതാണ്. നമുക്ക് കൊച്ചിയിലും നേരത്തെ തുറമുഖമുണ്ടെങ്കിൽ കൂടിയും ഒരു മദർഷിപ്പിനും കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം അവിടെയില്ല. കപ്പൽ ചാലിന് ആഴം കുറവാണ്. പക്ഷേ പരമ്പരാഗതമായ പ്രകൃതിദത്തമായ കപ്പൽച്ചാൽ, ആഴം കൂടിയ കപ്പൽച്ചാലുള്ള വിഴിഞ്ഞത്ത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ് പോലും ആവശ്യമില്ലാതെ കപ്പലുകൾക്ക് കടന്നു പോകാനാവുന്നു എന്നതാണ് വിഴിഞ്ഞത്തിന്റെ തീരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖ സാധ്യതകൾക്കും വലിയ സാധ്യതയായത് മാറുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ നമ്മൾ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വിശദമായി പരിശോധിച്ചതാണ്. ഇപ്പോൾ മന്ത്രി വി എൻ വാസവനടക്കം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. അവിടെ ഈ വിഴിഞ്ഞത്ത് കപ്പൽ അതിന്റെ ബർത്തിങ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന തരത്തിൽ അവിടെ ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? ഈ ബർത്തിങ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? സജിത്ത്, രാവിലെ 10 മണിയോടെയാണ് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ബ്രേക്ക് വാട്ടറിന് ഉള്ളിലേക്ക് ഈ സാൻ ഫെർണാണ്ടോയെ കയറ്റിയത്. അതിനുശേഷമാണ് ബർത്തിലേക്ക് അടുപ്പിക്കുന്ന അവസാനവട്ട നടപടിക്രമങ്ങളൊക്കെ നടന്നത്. മൂറിംഗ് റൂപ്പ് എന്ന വലിയ വടം ഉപയോഗിച്ചാണ് ഈ കപ്പലിനെ ടഗ് ബോട്ടുകൾ വലിച്ച് ഈ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, ഈ വിഴിഞ്ഞത്ത് അദാനി പോർട്ടിന്റെ മറൈൻ മേധാവിയായിട്ടുള്ള തുഷാർ കനികറാണ് ഈ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ പുറം കടലിൽ വെച്ച് ഈ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. അതിനുശേഷമാണ് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് 4 ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് സാൻ ഫെർണാണ്ടോയെ ബർത്തിനുള്ളിലേക്ക്, അല്ലെങ്കിൽ ഈ ബ്രേക്ക് വാട്ടറിന് ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായി ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ ഈ ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ട് ഈ സെമി ഓട്ടോമേറ്റഡ് സംവിധാനം വഴി അത് മുകളിലേക്ക് ഉയർത്തി തിരിച്ച് യാർഡ് ട്രെയിനിന് എടുക്കാവുന്ന തരത്തിൽ തുറമുഖ ബർത്തിലേക്ക് എടുത്തുവെക്കുക എന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ആ കാഴ്ച കാണുന്നതിന് വേണ്ടി പൊരിയുന്ന വെയിലിനെ വകവെക്കാതെ നിരവധി ആളുകളാണ് ഇപ്പോഴും വിഴിഞ്ഞത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ സാധ്യമാകുന്ന വിവിധ പ്രദേശങ്ങളിലായി തടിച്ചുകൂടിയിരിക്കുന്നത്. പക്ഷേ സാങ്കേതികമായ ചില നിയമപരമായ കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് ഇറക്കി വെക്കാൻ തുടങ്ങുകയുള്ളൂ. സ്വാഭാവികമായി കസ്റ്റംസ് ക്ലിയറൻസ് അടക്കം ലഭ്യമാകേണ്ടതുണ്ട്. ചൈനയിലെ ഷിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പലാണ് ഇന്ന് കൊളംബോ തീരം വഴി നമ്മുടെ തീരത്തേക്ക്, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അതിന് തിരികെ അമേരിക്കയിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ കേന്ദ്രമന്ത്രി ഈ ഔദ്യോഗികമായി, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായ വരവേൽപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് നൽകും. അതിനുശേഷമായിരിക്കുമോ അതോ ഇന്ന് തന്നെ വൈകാതെ കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുമോ? ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ വരാനുണ്ട്. കാരണം കസ്റ്റംസിന്റെ ക്ലിയറൻസ് അടക്കം ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയൂ. നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഈ STS ക്രെയിനുകളുമായി ഇവിടെ എത്തിയ കപ്പലുകളിൽ നിന്ന് ഈ വലിയ ക്രെയിനുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്നതിനും സമാനമായ തരത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. അതായത് കപ്പൽ ജീവനക്കാർക്ക് നമ്മുടെ തുറമുഖത്തേക്ക് ബർത്തിലേക്ക് ഇറങ്ങുന്നതിന് പോലും കസ്റ്റംസിന്റെ ക്ലിയറൻസ് ഒക്കെ ആവശ്യമാണ്. സ്വാഭാവികമായി അതേ നടപടിക്രമങ്ങൾ സാൻ ഫെർണാണ്ടോയിലെ ജീവനക്കാർക്കും വേണ്ടിവരും. അതടക്കം പൂർത്തിയാക്കി വേണം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ഇറക്കുന്ന തരത്തിലുള്ള അവസാനവട്ട നടപടികളിലേക്ക് കടക്കാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും അത് പൂർത്തിയാകുക എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അതേസമയം സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിന് വേണ്ടി ലൈറ്റ് ഹൌസിൽ, കോവളം ലൈറ്റ് ഹൌസിലേക്ക് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ എത്തിയിട്ടുമുണ്ട്. അവിടെ നിന്ന് വിശദമായ ചർച്ചകളടക്കം ഇന്ന് നടക്കുകയുമാണ്. എന്തായാലും 3.5 ദശാബ്ദത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് സാൻ ഫെർണാണ്ടോ എനിക്ക് പിന്നിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അതാണ് വിഴിഞ്ഞം പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. എന്തായാലും
കാത്തിരിപ്പാണ് നമ്മളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഡാൻ, ഈ കണ്ടെയ്നറുകൾ പുറത്തിറക്കി കഴിഞ്ഞാൽ അത് ജലമാർഗം തന്നെ തൂത്തുക്കുടി അടക്കമുള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ ഇപ്പോഴത്തെ പദ്ധതി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ട്രയൽ റൺ നടപടികൾക്ക് ശേഷം ഇനി വരുന്ന ദിവസങ്ങളിലും ഇതിന്റെ ഭാഗമായി ഈ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഈ സാൻ ഫെർണാണ്ടോ മാത്രമേ ഈ ഇത്തരം ഒരു ട്രയൽ റണ്ണിന്റെ ഭാഗമായി വരുന്നുള്ളൂ? അങ്ങനെയാണോ ആ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്? ഒരു മാസത്തേക്ക് ട്രയൽ റൺ ഇതുപോലെ തന്നെ പുരോഗമിക്കും എന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സാൻ ഫെർണാണ്ടോയ്ക്ക് പിന്നാലെ 2 മദർഷിപ്പുകൾ കൂടി വൈകാതെ തന്നെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തും. അത് ഏതൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന തരത്തിലാണ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രയൽ റൺ നേരത്തെ നടത്തിയാൽ മാത്രമേ കൃത്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ അത് കമ്മീഷനിങ് നടപടികളിലേക്കൊക്കെ കടത്താൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായി അതിന് മുന്നോടിയായിട്ടാണ് ഇത്ര നേരത്തെ തന്നെ ഈ ട്രയൽ റൺ അടക്കം നടത്തിക്കൊണ്ട് ഒരുക്കങ്ങൾ കൃത്യമായി തന്നെ അവർ വിലയിരുത്തുന്നത്. നമുക്കറിയാം, പ്രദേശവാസികൾക്കടക്കം തൊഴിൽ നൽകുമെന്ന് സർക്കാർ നൽകിയ ഉറപ്പുണ്ടായിരുന്നു. 50% തൊഴിൽ പ്രദേശവാസികൾക്ക് ലഭിക്കുമെന്ന്. പക്ഷേ ഈ ട്രയൽ റൺ ഘട്ടത്തിൽ സാങ്കേതിക പരിജ്ഞാനം നേടിയവരെ മാത്രമേ അത്തരം ജോലികൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായി ആദ്യഘട്ടത്തിലെ നടപടികൾ പൂർത്തിയാക്കി വിജയകരമായി അത് അവസാനിപ്പിച്ചാൽ മാത്രമേ വരുന്ന 2 ചരക്ക് കപ്പലുകൾക്ക് കൂടി സുഗമമായി ഇവിടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് എടുത്തു വെക്കുന്നതാണ് ഇനി ഏറ്റവും സങ്കീർണമായ ഒരു ദൌത്യമായി ബാക്കിയാകുന്നതും. സജിത്ത്, ഒരു കാര്യം കൂടി ഡാൻ, നാളത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന, കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ അതിൽ അവശേഷിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? സജിത്ത്, 10,000 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും നാളെ മുല്ലൂരിൽ തുറമുഖത്തിന്റെ പ്രധാന കവാടത്തിൽ ഈ നാളെ പൊതുജനങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. അവിടെ വലിയ സ്ക്രീനുകളിൽ ഈ ഉദ്ഘാടന ദൃശ്യങ്ങളടക്കം കാണാൻ കഴിയുകയും ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അടക്കമുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പം പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വാഭാവികമായി 2ഉം 3ഉം ഘട്ടങ്ങൾ എപ്പോഴായിരിക്കും കൃത്യമായി പൂർത്തിയാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായി നാളത്തെ ഈ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് സൂചന. പക്ഷേ നമുക്കറിയാം, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ മുതൽ ഹൈ സെക്യൂരിറ്റി സോണാണ്, അതീവ സുരക്ഷാ മേഖലയാണ്. മൊബൈലിൽ പോലും ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് തടസ്സമുള്ള മേഖലകളാണ് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു വശത്ത് നിന്ന് ഇത് കാണുന്നതിനുള്ള ക്രമീകരണമാണ് നിലവിലുള്ളത്. അതോടൊപ്പം പ്രധാനമായി ഈ തുറമുഖ കവാടത്തിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ വീക്ഷിക്കുന്നതിനൊപ്പം ഈ പള്ളിക്ക് സമീപം, അതായത് വിഴിഞ്ഞം പള്ളിക്ക് സമീപത്ത് നിന്നും ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാകും. അതോടൊപ്പം ആഴിമല ക്ഷേത്രം, ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഈ കപ്പൽ കാണാൻ ഇന്ന് രാവിലെ മുതൽ അവസരമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായി കണ്ടെയ്നറുകൾ ഇറക്കുന്ന ആ മനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വിഴിഞ്ഞവും പരിസരവാസികളും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇനി അവശേഷിക്കുന്നത് കണ്ടെയ്നറുകൾ പുറത്തിറക്കിയാണ്. ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ വരും ദിവസങ്ങളിലും കൂടുതൽ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് വന്നു പോകും. അങ്ങനെയെങ്കിൽ ഈ ട്രയൽ റൺ നടപടികൾ പൂർത്തീകരിക്കുക എന്നാണ് ലക്ഷ്യം. ഇനി കമ്മീഷനിങ് എന്നൊരു വലിയ ദൗത്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് പൂർത്തീകരിക്കേണ്ട നിരവധി പ്രവർത്തനങ്ങളുണ്ട്. നിലവിൽ 400 മീറ്റർ മാത്രം വീതിയുള്ള ഒരു ബർത്താണ് അവിടെ പൂർണ്ണമായിരിക്കുന്നത്. എല്ലാ സജ്ജീകരണവും ഒരുക്കിയിരിക്കുന്നത്. അത് 800 മീറ്ററിലേക്ക് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒപ്പം റോഡ് റെയിൽ കണക്ടിവിറ്റി അതിൻ്റെ പൂർത്തീകരണം, നേരത്തെ സതീഷ് ഗോപിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ അല്പം പിന്നോട്ട് പോയോ എന്ന വിമർശന വിധേയമാവുന്നത് ഒരു പക്ഷേ ഈ ട്രയൽ റൺ പൂർത്തീകരണത്തിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ ഉണ്ടായില്ല എന്ന വിമർശനം ഒരു പക്ഷേ കേൾക്കേണ്ടി വരും. റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമല്ല, അത് ഒരു നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി അടക്കം പെൻഡിംഗ് ആണ്. അതേസമയം റോഡ് കണക്ടിവിറ്റിയിലും നിരവധി പ്രതിസന്ധികൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് സാഹചര്യം.